നേശേ ബലസ്യേതി ചരേത ധർമ്മം. ചൂതിൽ തോറ്റ് രാജ്യം പോയി കാട്ടിലേക്ക് പുറപ്പെട്ട പാണ്ഡവന്മാർ കൂറോടെ കൂടെ പുറപ്പെട്ട പൗരസമൂഹത്തെ നല്ല വാക്കു പറഞ്ഞു തിരിച്ചയച്ചു. കാമികവനത്തിൽ ചെന്ന് പാർപ്പുറപ്പിച്ചു. വിടാതെ കൂടിയ ഏതാനും ബ്രാഹ്മണരെ പുലർത്തുവാൻ വേണ്ടി യുധിഷ്ഠിരൻ ഭൂമിയിൽ ആഹാരം സൃഷ്ടിച്ചു പോരുന്ന സൂര്യദേവനെ തപസ്സു ചെയ്ത് പ്രസാദിപ്പിച്ചു. 12 കൊല്ലം ചതുർവിധമായ ആഹാരം വേണ്ടത്ര ഞാൻ തന്നുകൊള്ളാം എന്ന വരം വാങ്ങുകയും ചെയ്തു. ബന്ധുക്കളായ ഭോജ വൃഷ്ണൈന്ത്യകന്മാരും പാഞ്ചാലന്മാരും മറ്റും ആപത്ത് കേട്ട് വന്ന് കുശലാന്വേഷണം ചെയ്ത് തിരിച്ചുപോയി. വഴിയെ പാണ്ഡവന്മാർ ദ്വൈതവനത്തിൽ ചെന്നു പാർപ്പാക്കി. പല തപസ്വിമാരും അവരെ ചുഴന്നുകൂടി. ബ്രാഹ്മണരുടെ ബ്രഹ്മഘോഷം കൊണ്ടും പാണ്ഡവരുടെ ജ്യാഘോഷം കൊണ്ടും ആ പ്രദേശം അത്യന്തം ശോഭനമായി ചമഞ്ഞു. ഒരു നാൾ അവിടെ പുരാണ ഋഷിയും തീവ്രസമൃദ്ധ തേജസ്സുമായ മാർക്കണ്ഡേയൻ അതിഥിയായി വന്നു. സർവജ്ഞനും അമിതൗജസ്സുമായ ആ മഹാത്മാവ് തപസ്വിമാരുടെ മധ്യത്തിൽ ദ്രൗപദിയെയും യുധിഷ്ഠിരനെയും ഭീമാർജുനരെയും നോക്കി പുഞ്ചിരിയിട്ടു. അതു കണ്ട് യുധിഷ്ഠിരൻ അസുഖം തോന്നി ചോദിച്ചു, ഭഗവൻ, ഈ ഋഷിമാരൊക്കെ വല്ലായ്മപ്പെട്ടിരിക്കെ അവിടുന്ന് എന്നെ നോക്കി ഹർഷിച്ചു ചിരിക്കും പോലെ തോന്നുന്നു. അതെന്താണ്? മാർക്കണ്ഡേയൻ പറഞ്ഞു, ഉണ്ണി, ഞാൻ ഹർഷിക്കുകയല്ല, ചിരിക്കുകയുമല്ല. എനിക്ക് ഹർഷത്തിൽ നിന്നുണ്ടാവുന്ന ദർപ്പമില്ല. നിന്റെ ഈ ആപത്ത് കണ്ടിട്ട് ഞാൻ സത്യവ്രതനായ ദശരഥി രാമനെ ഓർത്തുപോകുന്നു. ആ രാജാവിനെയും പണ്ട് പിതൃശാസനത്താൽ ലക്ഷ്മണനോടുകൂടി വില്ലേന്തി കാട്ടിൽ നടക്കെ ഋഷ്യമൂകസാനുവിൽ വെച്ച് ഞാൻ കാണുകയുണ്ടായി. ഇന്ദ്രനൊത്ത പ്രഭാവമുള്ളവനും യുദ്ധത്തിൽ അജയനുമായ ആ മഹാനുഭാവനും ഭോഗങ്ങളെ വിട്ടു കാടുകളിൽ തെണ്ടി. നേശ്യേ ബലസ്യേതി ചരേത ധർമ്മം എന്നുവെച്ചാൽ ഞാൻ ബലത്തിനാളല്ല എന്നു വന്നാൽ അധർമ്മം ചെയ്യാം. നാഭാഗൻ, ഭഗീരഥൻ മുതലായ രാജാക്കന്മാരും ഈ ആഴിയോളമുള്ള ഊഴി കീഴടക്കിയിട്ട് സത്യം കൊണ്ട് ലോകരെയും കീഴടക്കി. നശേ ബലസ്യേതി ചരേത ധർമ്മം. ദാതാവ് പണ്ടേ വിധിച്ചു വെച്ച വിധിയുണ്ടല്ലോ, അതിനെ മാനിച്ചുകൊണ്ട് സത്തുക്കളായ സപ്തർഷിമാർ വാനിൽ വിളങ്ങുന്നു. നേശേ ബലസ്യേതി ചരേത ധർമ്മം. ഏറിയ കരുത്തും കുന്നിൻ കൊടുമുടിയോളം വലുപ്പവും മികച്ച കൊമ്പുകളുമുള്ള ആനകളെ നോക്കൂ, അവയും ദാതാവിൻ്റെ വരുതിക്ക് നിൽക്കുന്നു. നേശേ ബലസ്യേതി ചരേത ധർമ്മം. രാജാവെ നോക്കൂ, എല്ലാ പ്രാണികളും വിധിച്ചു വെച്ചതെന്തെല്ലാമോ അതൊക്കെ സ്വന്തം വർഗത്തിനും കഴിവിനുമൊത്തവണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നേശേ ബലസ്യേതി ചരേത ധർമ്മം. സത്യം കൊണ്ടും ധർമ്മം കൊണ്ടും തക്ക നടപടി കൊണ്ടും ലജ്ജ കൊണ്ടും എല്ലാ പ്രാണികളെയും കവിഞ്ഞു നിൽക്കുന്ന താങ്കൾക്കുമുണ്ട് സൂര്യനൊത്ത കീർത്തിയും തേജസ്സും. പിന്നെ മഹാനുഭാവ, താങ്കൾ കരാറനുസരിച്ച് ഈ വാനവാസ ക്ലേശം കടന്ന് സ്വതേജസ് കൊണ്ട് കൗരവരിൽ നിന്ന് ദീപ്തമായ ഐശ്വര്യത്തെ വീണ്ടെടുക്കും. ഇതും പറഞ്ഞ് മാർക്കണ്ഡേയൻ പാണ്ഡവരോടും അവരുടെ പുരോഹിതനോടുമെല്ലാം വിടവാങ്ങി വടക്കോട്ട് പോയി. അവിടെ മാർക്കണ്ഡേയൻ എടുത്തു പറഞ്ഞ ഉദാഹരണ കർമ്മങ്ങളൊന്നും അധർമ്മമായി ഗണിക്കപ്പെട്ടവയല്ലോ. അതിനാൽ അവയെ മുൻനിർത്തി അധർമ്മം ചരേൽ, അധർമ്മം ചെയ്യാം എന്ന് സമർത്ഥിച്ചത് ലക്ഷണവൃത്യ ചെയ്തത് അധർമ്മമാണ് എന്ന അർത്ഥാനന്തരത്തിലേക്ക് സംക്രമിക്കുന്നു. അധർമ്മമായതിനു കാരണം അവ താൻ ബലത്തിനാണല്ല എന്ന് വെച്ച് ചെയ്തവയാണെന്നുള്ളതും അപ്പോൾ ഒരു കർമ്മത്തെ ധർമ്മമോ അധർമ്മമോ എന്ന് വിവേചിക്കേണ്ടത് അതു ചെയ്തവൻ്റെ ബലാബലബോധത്തെ നോക്കിയിട്ടാണെന്നാവും താൽപര്യാർത്ഥം. നേരെ പറഞ്ഞാൽ ഒരാൾ കർത്തവ്യ സന്ദേഹത്തിൽ തനിക്കു താൻ പൊരുമയോടെ തിരഞ്ഞെടുക്കുന്നതേതും ധർമ്മവും മറിച്ചുള്ളതേതും അധർമ്മവും എന്നായി. ഇങ്ങനെ ഒരു താൽപര്യാർത്ഥം എടുക്കുവാനുള്ള മുഖ്യോപപത്തി ഇവിടെ മാർക്കണ്ഡേയൻ്റെ ആ ചിരി തന്നെ. ചിരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കിന് ഒരിക്കലും വാച്യാർത്ഥത്തിലല്ലല്ലോ താല്പര്യം. എന്നാൽ
ചില പണ്ഡിതന്മാർ ആ ആവർത്തിച്ച ശ്ലോകപാദത്തെ ബലസ്യേ ഈശി ഇതി അധർമ്മം ന ചരേൽ, താൻ ബലത്തിനാളാണെന്നു വെച്ച് അധർമ്മം ചെയ്യരുത് എന്ന് അന്വയിച്ചു. ആ ഉദാഹരണങ്ങളെല്ലാം ബലമുണ്ടായിട്ടും അധർമ്മം ചെയ്യാതിരുന്നതിനുള്ളതാണെന്ന് വാദിക്കുന്നു. ചിലർ വേണമെങ്കിൽ അങ്ങനെയും വിശ്വസിച്ചു കൊള്ളട്ടെ എന്നു വച്ചാവാം പക്ഷേ വ്യാസൻ ആചരിക്കുന്ന പദ്യങ്ങളെ ആവിധം നിബന്ധിച്ചത്. പക്ഷേ ഈ അന്വയവും കൊണ്ട് അർത്ഥചിന്തയിലേക്കു കടന്നാൽ പണ്ഡിതന്മാർ കുടുങ്ങി. ഇവിടെ രാമ യുധിഷ്ഠിരാദി മഹർഷിമാരോടും സപ്തർഷിമാരോടുമൊപ്പം തിര്യഗ്ജാതിയായ ഗജങ്ങളെയും മറ്റെല്ലാ പ്രാണികളെയും ചേർത്ത് പറഞ്ഞതിനർത്ഥം ഇവരൊക്കെയും ആ മഹാത്മാക്കളെപ്പോലെ ധർമ്മിഷ്ഠയ്ക്കുദാഹരണമാണെന്നാണ്. ആണെങ്കിൽ ആ മഹാത്മാക്കളെ വെവ്വേറെ എടുത്തു പറയാൻ മിനക്കെടാതെ എല്ലാ പ്രാണികളെയും പറ്റിയുള്ള ആ ഒരൊറ്റ ശ്ലോകം കൊണ്ട് കഴിക്കാമായിരുന്നില്ലേ? മറിച്ച് രാമാദികളുടെ പ്രസിദ്ധമായ സത്യവ്രതം ഗജങ്ങളുടെയും മറ്റു പ്രാണികളുടെയും ധാതൃനിദേശാനധിവൃത്യത്തോട് തുല്യമാണെന്നും ഇവിടെ അർത്ഥമാവാം. ആനയ്ക്ക് തൻ്റെ ബലമറിഞ്ഞുകൂടെന്നും അതുകൊണ്ടാണ് അത് ആനയുടെ ദാതാവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി നിൽക്കുന്നതെന്നും ഒരു പൊതു ചൊല്ലുണ്ടല്ലോ. ആനയുടെ ആ കീഴടക്കത്തിൽ താൻ ബലത്തിനാളല്ല എന്ന ബോധമാണ് ഉള്ളതെന്നും അതിൽ ഒരു ധർമാനുഷ്ഠാനവും ഇല്ലെന്നും ആർക്കും മനസ്സിലാക്കാം. അതിനെ മാർക്കണ്ഡേയൻ്റെ ചിരി ഇങ്ങോട്ടധ്യാഹരിക്കുന്നു. നിങ്ങളുടെയെല്ലാം ഭാവം എന്തായാലും വാസ്തവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബലത്തെപ്പറ്റി ഒരു മതിപ്പുമില്ല. അതില്ലായകയാൽ നിങ്ങളീ ചെയ്തതൊന്നും ധർമ്മവുമല്ല എന്ന് ശാന്തി പർവാരംഭത്തിൽ ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയുന്ന ഒരു ശ്ലോകാർത്ഥം ഇവിടെ സഹായപ്രദമാണ്. അധർമ്മോ ഹി മൃദു രാജാ ക്ഷമാവാനിവ കുഞ്ചരഃ. തുടർന്ന് അദ്ദേഹം ബാർഹസ്പത്യത്തിൽ നിന്ന് ഈ ശ്ലോകവും ഉദ്ധരിക്കുന്നു. ക്ഷമാമണം നൃപം നിത്യം നീചഃ പരിഭവേജനഃ ഹസ്തിയന്താ ഗജസ്യേവ ശിര ഏവാരുരുക്ഷതി. മാർക്കണ്ഡേയൻ ഗജങ്ങൾക്കു മുമ്പ് സപ്തഋഷിമാരെക്കുറിച്ച് പറഞ്ഞതിൽ തന്നെ ഈ അർത്ഥം സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അവിടെയും ദാതാവിൻ്റെ വരുതിക്ക് നിൽക്കുന്നതിനെ പറ്റിയാണല്ലോ പ്രസ്താവിക്കുന്നത്. ദാതാവിന് വിധിക്ക് വഴങ്ങുന്നത് ദുർലംഘ്യമായ ഒരവശതയെന്നല്ലാതെ ഒരു ധർമാനുഷ്ഠാനമാണെന്ന് ആരും പറയാറില്ല. മറിച്ച് പൗരുഷം കൊണ്ട് കഴിവുള്ളയിടത്തോളം വിധിയോട് മറുത്തു നിൽക്കണമെന്ന് ഋഷിമാർ അനുശാസിക്കാറുമുണ്ട്. അങ്ങനെ വിധിയോട് മറുത്തു നിൽക്കുന്നതാണ് മനുഷ്യൻ്റെ ധർമ്മമെങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കുന്നത് സപ്തഋഷിമാർ തന്നെ ചെയ്യുന്നതായാലും ധർമ്മമാവാൻ വയ്യ. അതെ, ബലമില്ലെന്ന് വെച്ച് വിധിക്ക് വഴങ്ങുന്നതൊന്നും ധർമ്മമല്ല. ബലം പൂണ്ട് വിധിയോട് മറുത്തു നിൽക്കുന്നതേ ധർമ്മമാവൂ എന്നാണ് ഇവിടെ മാർക്കണ്ഡേയ പക്ഷം. മാർക്കണ്ഡേയനെ പറ്റി കേൾക്കുന്ന കഥ ശരിയാണെങ്കിൽ തനിക്ക് 16 വയസ്സ് വരെ ആയുസ് വിധിക്കപ്പെട്ടതിനെ പൗരുഷം കൊണ്ട് എതിർത്ത് ദീർഘായുസ് നേടിയ അദ്ദേഹം ഇത് പറവാൻ തികച്ചും അർഹനാണ് താനും. ഈ വെളിച്ചത്തിൽ നമുക്കിനി ആദ്യമുള്ള സത്യവ്രത പ്രസ്താവനകളെ പരീക്ഷിക്കാം. ഒരാൾ അന്യരുടെയും തൻ്റെ പ്രിയഹിതങ്ങളോർത്ത് പറഞ്ഞ വാക്കും സത്യമാണ്. ഏതെങ്കിലും വികാരഭേദത്തിനടിപ്പെട്ട് പറഞ്ഞു കളഞ്ഞ വാക്കും സത്യം തന്നെ. പക്ഷേ രണ്ടിനും തമ്മിൽ ധ്രുവാന്തരമുണ്ട്. ഇവയിൽ ഏതാണ് ഇവിടുത്തെ സത്യങ്ങൾ? രണ്ടാമത്തേതാണെന്ന് പ്രകൃതമായ യുധിഷ്ഠിര കഥ തെളിയിക്കുന്നു. താൻ ചൂതുകളിക്കമ്പവും രാജ്യലോഭവും മൂലം ഏറ്റുപറഞ്ഞ ഒരു വാക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ വനവാസ പ്രതിജ്ഞ എന്ന് സ്പഷ്ടമാണ്. ദാശരഥി രാമൻ്റെ വനവാസത്തിന് കാരണമായ സത്യവും ഇതുപോലുള്ള മറ്റൊരു വ്യസനാദിസക്തി മൂലം പറഞ്ഞുപോയ വാക്കിൻ്റെ ഫലമാണെന്ന് ആ രാമൻ തന്നെ ആവലാതിപ്പെട്ടിട്ടുണ്ട്. ഇതം വ്യസനമാലോക്യ രാജ്ഞശ്ച മതിവിഭ്രമം കാമ ഏവാർത്ഥ ധർമാഭ്യാം ഗരീയാനിധി മേ മതിഃ കോ ഹ്യവിദ്വാനപി പുമാൻ പ്രമദയാഃ കൃതേ ത്യജേൽ ഛന്ദാനുവർത്തിനം പുത്രം
താതോ മാമിവ ലക്ഷ്മണ. അങ്ങനെ ഏതോ ചില വികാരങ്ങളുടെ പ്രേരണാവിശേഷങ്ങളാൽ വേണ്ടും പോലെ ആലോചിക്കാതെ പറഞ്ഞു പോയ വാക്കിൻ്റെ പേരിൽ സത്യം സത്യം എന്ന് വിചാരിച്ചടങ്ങുന്നത് വിധി വിധി എന്ന് വെച്ചടങ്ങുന്നത് പോലെ തന്നെ ഒരു ദുർബലതയും തന്മൂലം അധർമ്മവുമാണെന്നായി പ്രകൃതത്തിൽ ആകെ കൂടിയുള്ള വംഗ്യാർത്ഥം. നാഭാഗാദികളായ മറ്റു രാജാക്കന്മാരുടെ സത്യകഥയും ഇവരുടേതിൽ നിന്ന് വ്യത്യസ്തമല്ലായിരിക്കാം. ഭഗീരഥൻ്റെ ഒരു പ്രസിദ്ധ കഥയുള്ളത് സത്യവ്രതത്തിനുള്ളതല്ല, പിതൃകടം തീർക്കാനുള്ളതാണ്. അപ്പോൾ രാജ്യം വാഴുക സ്വധർമ്മമായിട്ടുള്ള യുധിഷ്ഠിരൻ ചൂതുകളിക്കമ്പം മൂലം അതെല്ലാം കളഞ്ഞു കുളിച്ച് ഭാര്യ സഹോദരന്മാരോട് കൂടി പോന്ന് കാട്ടിൽ തപസ്വിമാരുടെ ഇടയിൽ കൂടിയതു കണ്ടിട്ട് കൽപ്പാന്തങ്ങൾ പോലും കണ്ടിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷി ചിരിച്ച ആ ചിരി എത്ര അർത്ഥഗർഭം, എത്ര സുന്ദരം! ആ ചിരി യുധിഷ്ഠിരൻ്റെ മേൽ മാത്രമല്ല, പ്രപഞ്ചമാകെ കാലാന്തരത്തോളം വ്യാപിക്കുന്നു. എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേശേ ബലസ്യ എന്നുവെച്ച് സ്വധർമ്മ പ്രാപ്തമായ കർമ്മത്തിൽ നിന്ന് പിന്മാറുകയും അതിനെപ്പറ്റി സത്യാംഹിസാദികളുടെ പേരിൽ പ്രജ്ഞാവാദങ്ങൾ കണ്ടുപിടിക്കാറുമുണ്ടല്ലോ. അത്തരം ക്ലൈബ്യത്തിൻ്റെ, അകർമ്മണ്യതയുടെ, ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തിൻ്റെ മേലെല്ലാം ആ ചിരി പരക്കുന്നു. ഇതുതന്നെയാണ് കുറച്ചു മുമ്പ് ഭീഷ്മർ ദ്രൗപദിയോട് ബലവാംസ്തു യഥാ ധർമ്മം എന്നു പറഞ്ഞത്. അതുപോലെ അവിടെവിടെയുള്ള വേറെ ചിലത് കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഉദ്യോഗപർവത്തിൽ ധൃതരാഷ്ട്ര ദൂതനായി വന്ന സഞ്ജയനോട് പാണ്ഡവരുടെ യുദ്ധോദ്യോഗത്തെ സംബന്ധിച്ച് ഭഗവാൻ കൃഷ്ണൻ അരുളി ചെയ്യുന്നു. കർമ്മണാഹു സിദ്ധമേക പരത്ര ഹിത്വകർമ്മ വിദ്യയാ സിദ്ധിമേക നാഭുജ്ഞാജാനോ ഭക്ഷ്യഭോജ്യസ്യ തൃപ്യേ വിദ്വാനപീഹ വിദിതം ബ്രാഹ്മണാനാം യാ വൈ വിദ്യാ സാധയന്തിഹ കർമ്മ താസാം ഫലം വിദ്യതേ നേതരാസാം തത്രേഹ വൈ ദൃഷ്ടഫലം തു കർമ്മ പിത്വേദകം ശാമ്യതി തൃഷ്ണയാർത്ത സോയം വിധിർവിഹിതഃ കർമ്മണ്യവ തദ്വാർത്തേ സഞ്ജയ തത്ര കർമ്മ തത്ര യോന്യൽ കർമ്മണഃ സാധുമന്യേ മോഘം തസ്യ ലഭിതം ദുർബലസ്യ. ഇവിടെ കർമ്മം ചെയ്യുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് സിദ്ധാന്തിക്കുന്ന ഭഗവാൻ അകർമ്മവാദിയെ ദുർബലനെന്ന് വിശേഷിപ്പിച്ചപ്പോൾ കർമ്മത്യാഗവാദത്തിൻ്റെ മൂലകാരണം ദൗർബല്യമാണെന്നും അതിനാൽ അത് അധർമ്മവും അവിദ്യയുമാണെന്നും സൂചിപ്പിച്ചു. ശാന്തിപർവത്തിൽ ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയുകയുണ്ടായി, അതിധർമാൽ ഫലം മന്യേ ഫലാർത്ഥമഃ പ്രവർത്തതേ ബലേ പ്രതിഷ്ഠിതോ ധർമ്മോധരണ്യാമിവ ജംഗമം. മറ്റൊരു പ്രസംഗത്തിൽ വ്യാസൻ ശുഗനോട് പറഞ്ഞതായി ഇങ്ങനെയും: ധർമ്മം കരോമിതേ കരോത്യധർമ്മ മധർമ്മകാമാച്ച കരോതി ധർമ്മം ഉഭേ ബലഃ കർമ്മണി ന പ്രജാനനൻ സജായതേ മ്രിയതേ ചാപി ദേഹി. ആശ്രമവാസിക പർവത്തിൽ വ്യാസൻ കുന്തിയോട് പറയുന്നു: സർവം ബലവതാം പദ്യം, സർവം ബലവതാം ശുചി, സർവം ബലവതാം ധർമ്മ, സർവം ബലവതാം സ്വകം. ഒടുക്കം എന്താണീ ബലം? വിദുരവാക്യത്തിൽ ബാഹുബലം, അമാത്യബലം എന്നിങ്ങനെ പല ബലങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ട് തുടരുന്നു. യത് ബലാനാം ബലം ശ്രേഷ്ഠം തൽ പ്രജ്ഞാബലമുച്യതേ.